ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ LED സ്ട്രിപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത്. ഇത് LED-യുടെ സ്ട്രിപ്പ് ലൈറ്റാണ്. നമുക്ക് 5 മീറ്റർ വരുന്ന ഒരു ബോക്സാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഡ്യൂട്ടൻ്റെയാണ് എടുത്തേക്കുന്നത്. LED ലൈറ്റിംഗ് ചെയിൻസ് ആണ് അതിൻ്റെ അകത്ത് ക്യാപ്ഷനായിട്ട് തന്നെ അവർ എഴുതിയേക്കുന്നത്. നമുക്ക് പല കളറിലും അവൈലബിൾ ആയിട്ടുള്ള സ്ട്രിപ്പുകൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന വാമാണ്. പിന്നെ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ DC 12 വോൾട്ടാണ്. അതേപോലെ ഇൻപുട്ട് വോൾട്ടേജും 12 DC ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് റോൾ ടൈപ്പ് ആയിട്ടാണ് നമുക്ക് അവർ ഇതേപോലുള്ള ഒരു ചക്രം പോലുള്ള ഇതിൻ്റെ അകത്താണ് നമ്മൾ ചുറ്റി റോളായിട്ടാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ അവർ മാനുഫാക്ചറിങ് കാര്യങ്ങളും അതേപോലെ അതിൻ്റെ കളറും എല്ലാം അവർ ഇതിൻ്റെ അകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടൻ്റെയാണ്. അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 910 രൂപയാണ് MRP. ഇവർ ഇതിൽ കൊടുത്തേക്കുന്നത് നമുക്ക് 910 രൂപ ഒന്നുമില്ല, ഒരു 700 രൂപ ആ റേഞ്ചിൽ വരുന്ന വില ഇതിൻ്റെ അകത്ത് ആവുന്നുള്ളൂ. 5 മീറ്ററിനാണ് ഈ 910 രൂപ എന്ന് MRP അവർ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ 60 LED ആണ് ഇത് സ്ട്രിപ്പിൻ്റെ അകത്ത്, അതായത് 5 മീറ്റർ പെർ മീറ്ററിൻ്റെ അകത്ത് 60 LED വെച്ചിട്ടാണ് വരുന്നത്. അതേപോലെ മീറ്ററിൽ 5 വാട്ട്സ് വെച്ച് എടുക്കുന്നുണ്ട്. അതായത് ഒരു മീറ്ററിന് 5 വാട്ട്സ് വെച്ചാണ് നമുക്ക് ഇതിന് ചാർജിങ് ആവുന്നത്. അപ്പോൾ 5 വാട്ട്സ് വെച്ചാകുമ്പം ഇതൊരു 5 മീറ്ററിൻ്റെയാണ്. 5 മീറ്ററിൻ്റെ ആകുമ്പോൾ 25 വാട്ട്സാണ് ഒരു സ്ട്രിപ്പ് തന്നെ നമുക്ക് ഇവിടെ ആവുന്നത്. ഇതെല്ലാം നമുക്ക് കുറേ ഗ്യാപ്പ് ഇട്ടുള്ള നമുക്ക് സ്ട്രിപ്പിൻ്റെ അകത്ത് നമുക്ക് LED-കളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്നത് 5 മീറ്ററാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 5 മീറ്ററാണ്. 2 വർഷം വാറൻറ്റി ഉള്ള 5 മീറ്ററിൻ്റെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 5 മീറ്ററിൻ്റെ ആകുമ്പം 5 പെർ മീറ്റർ വെച്ച് പെർ മീറ്റർ 5 വാട്ട്സ് വെച്ചാണ് വരുന്നത്. അങ്ങനെ വരുമ്പം 5 മീറ്ററിന് 25 വാട്ട്സാണ് ഒരു സ്ട്രിപ്പിന് തന്നെ ആവുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവാണ് ഇത്. അതിനും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അതിൻ്റെ അകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ കണക്ഷൻ കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് AC വരുന്നത് L, N, അതേപോലെ ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്നിങ്ങനെ 3 കണക്ഷനായിട്ടാണ് വരുന്നത്. LED സ്ട്രിപ്പ് പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ 5 വാട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ് 12 വോൾട്ട് ഇൻറ്റു 3 ആംപിയർ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 8 ആംസിൻ്റെ അഡാപ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ 3 ആംസിൻ്റെയും ഉണ്ട്, അതേപോലെ 5 ആംസിൻ്റെയും ഉണ്ട്, അതേപോലെ 8 ആംസിൻ്റെ ഉണ്ട്. നമ്മൾ എടുത്തേക്കുന്നത് 8 ആംസിൻ്റെയാണ്. കാരണം നമുക്കിവിടെ 15 മീറ്റർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 15 മീറ്റർ ആയപ്പോൾ 75 വാട്ട്സ് നമുക്കിവിടെ ചിലവാകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന 8 ആംപിയറിൻ്റെ ഡ്രൈവാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഈ 8 ആംപിയർ എടുക്കുമ്പോഴത്തേന് 96 വാട്ട്സ് തന്നെ നമുക്ക് വരുന്നുണ്ട്. കറക്റ്റ് ആംപിയർ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കരുത്. കാരണം വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഡ്രൈവ് കംപ്ലൈൻ്റ് ആയി പോകും. കാരണം നമ്മളിവിടെ എടുത്തേക്കുന്ന 15 മീറ്ററിൻ്റെ സ്ട്രിപ്പാണ്. അപ്പോൾ അതിന് 75 വരുന്നത്. അതിന് നമ്മൾ 96 വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളത് സോൾഡറിങ് ചെയ്യുകയാണ്. കാരണം നമുക്ക് 15 മീറ്റർ വേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ഇത് 3 സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സോൾഡർ ചെയ്യുകയാണ്. അത് ഇതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസ്, അതായത് പോസിറ്റീവും നെഗറ്റീവും മാറാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്യണം. അപ്പം അതിൻ്റെ ഇതാണ് കാണിക്കുന്നത് എങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഇതേപോലെ പ്ലസും മൈനസും മാറാത്ത രീതിയിൽ സോൾഡർ ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ 3 സ്ട്രിപ്പ് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു 75 വാട്ട്സ് ഇവിടെ നമുക്ക് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 8 ആംപിയറും ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ സോൾഡർ ചെയ്തിട്ട് നമ്മൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കറക്റ്റ് പ്രകാശം അറിയാത്തത് ഇവിടെ നല്ല വെളിയിൽ നിന്ന് അടിക്കുന്നുണ്ട്. നല്ല പ്രകാശം അടിക്കുന്നത് കൊണ്ടാണ് ഒരു ഉച്ച സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ഇതിൻ്റെ ലൈറ്റിങ് നമുക്ക് കിട്ടാത്തത്.